ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്റർ മിയാമി വെസ് PSG. ഇപ്പൊ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്താ പറയുന്നത്, യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ PSG-യും അമേരിക്കയിലുള്ള ഒരു ടീമായ ഇന്റർ മിയാമി നമ്മൾ കളിക്കുന്നത് ഇത്ര വലിയൊരു മത്സരമാണോ എന്നൊക്കെ ചോദിക്കും. അതിലേക്കാണ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു മത്സരവും ഇത് തന്നെയായിരിക്കും. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ലിയോ മെസ്സിയെ കുറിച്ചാണ്. ഇപ്പൊ നമുക്കറിയാം, മെസ്സി ഇതിന് മുമ്പ് കളിച്ചിരുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് PSG ആയിരുന്നു. PSG മെസ്സിയുടെ അവസാന കാലഘട്ടമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അവരുടെ ആരാധകർ മെസ്സിയെ വലിയ രീതിയിൽ കളിയാക്കുകയും പിന്നീട് അവിടെ നിന്ന് വേൾഡ് കപ്പിനൊക്കെ ശേഷം മെസ്സി ഇന്റർ മിയാമിയിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ PSG ആരാധകരുടെ ഏറ്റവും വലിയൊരു കരടായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ മെസ്സി എന്ന് പറയുന്നത്. PSG ആരാധകർ നമ്മളങ്ങനെ പറയുന്ന സമയത്ത് PSG ആരാധകരിൽ ഭൂരിഭാഗം ആളുകളും ഫ്രാൻസിലുള്ള ആളുകളാണ്. ഇപ്പൊ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അർജന്റീന വേൾഡ് കപ്പ് അടിക്കുന്നത്. അങ്ങനെ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സിയും PSG ആരാധകരും തമ്മിലുള്ള ആ ഒരു ഇത് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മെസ്സി കളിക്കുന്ന ഒരു ക്ലബ്ബ്, ഒരുപക്ഷെ അർജന്റീന ഫാൻസ് എല്ലാവരും നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബുകളിൽ ഒന്ന്, അവര് PSG-യുമായ ഒരു കളി വരുന്ന സമയത്ത് ആ മത്സരം വലിയ ആവേശത്തോടെ തന്നെ എല്ലാവരും വരവേൽക്കും. കാരണം മെസ്സിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. പല രീതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് മെസ്സി എന്ന് പറയുന്നത്. ഇന്റർ മിയാമി ചിലപ്പോൾ ഒരു ഏവറേജോ ബിലോ ഏവറേജോ ടീമൊക്കെ ആയിരിക്കും PSG-യെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ മെസ്സി എന്ന് പറയുന്ന ഒരു താരം അവിടെ കളിക്കുന്ന സമയത്ത് ചിലപ്പം അത്തരത്തിലുള്ള ടീമുകളിൽ മെസ്സി കളിക്കുമ്പോഴും മത്സരത്തിലേക്ക് വരുമ്പം ഇന്റർ മിയാമിക്ക് PSG-യെ പരാജയപ്പെടുത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. നമുക്കറിയാം, കടലാസിലെ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ PSG-ക്ക് വ്യക്തമായ ആനുകൂല്യമുണ്ട്. അതൊന്നും ഇല്ലാന്നൊന്നും ഇവിടെ ആർക്കും വേറൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. PSG എന്ന് പറയുന്നത് നിലവിലെ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ക്ലബ്ബാണ്. അവരുമായിട്ട് ഇന്റർ മിയാമി കളി വരുന്ന സമയത്ത് എന്തായാലും ഇന്റർ മിയാമിക്ക് ഒരുപക്ഷെ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ മെസ്സി ആരാധകരും ഇന്റർ മിയാമി ആരാധകരൊക്കെ ആഘോഷിക്കും. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് ഇന്റർ മിയാമി വന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവരെ സ്പെഷ്യലായിട്ട് ഫിഫയുടെ ഒരു കോട്ടയിൽ കയറ്റിയതാണെന്ന് പറഞ്ഞ് കുറെ ആളുകൾ വാദിച്ചു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ആദ്യ റൗണ്ട് മത്സരങ്ങളൊക്കെ കാണിക്കുന്നത്. ഗ്രൂപ്പിൽ ഒരു മത്സരവും പരാജയപ്പെടാതെ പ്രീ ക്വാർട്ടറിലെത്തി. അങ്ങനെ ഇതാ PSG-ക്കെതിരെ ഒരു തകർപ്പൻ മത്സരം നടക്കാൻ പോകുന്നു. ഇനി PSG-ആയിട്ട് ഇന്റർ മിയാമി ജയിക്കുകയാണെങ്കിൽ അടുത്ത മത്സരത്തിൽ ഫ്ലെമിംഗോയും അതുപോലെ തന്നെ ബയേൺ മ്യൂണിക്കും തമ്മിലുള്ള കളിയിലെ വിജയികളൊക്കെയാണ് നേരിടേണ്ടത്. എന്നിരുന്നാൽ ഇനിയുള്ള പാത എന്ന് പറയുന്നത് ഇന്റർ മിയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പാതയാണ്. ഇതെല്ലാം താണ്ടി അവർ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉയർത്തുമോ എന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിലും ഈ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ യൂറോപ്പിലെ ചാമ്പ്യന്മാരെ ഇന്റർ മിയാമിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. ഒന്നിനുമില്ല എന്ന് പറഞ്ഞ ഒരു ടീമിനെ വെച്ച് അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ഇന്റർ മിയാമിയെ കൈപിടിച്ചുയർത്താൻ മെസ്സിക്ക് സാധിച്ചാൽ മെസ്സിയുടെ കരിയറിന്റെ അവസാന കാലഘട്ടത്തിൽ അതൊരു പൊൻതൂവലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മെസ്സിയെയും സുവാരസിനെ പറ്റി പറയുമ്പോൾ ഈ രണ്ട് താരങ്ങൾക്കും ഒരു നാഴികക്കല്ല് പിന്നിടാനുള്ള അവസരം കൂടി മുന്നിലുണ്ട്. ഇപ്പൊ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. റൊണാൾഡോ നേടിയത് 7 ഗോളുകളാണ്. മെസ്സിയും സുവാരസും നിലവിൽ 6 ഗോൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾ കൂടി നേടിയാൽ റൊണാൾഡോയ്ക്കൊപ്പം എത്താനും 2 ഗോൾ നേടിയാൽ റൊണാൾഡോയെ മറികടക്കാനുള്ള ഒരു അവസരമുണ്ട്. ഒരുപക്ഷെ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ഇനി ഇന്റർ മിയാമിക്കോ അല്ലെങ്കിൽ മെസ്സിക്കോ സുവാരസിനോ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും തീർച്ചയില്ലാത്തൊരു കാര്യമാണ്, ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പറ്റിയൊരു സുവർണ അവസരം ഇത് തന്നെയാണ്. റൊണാൾഡോയെ മറികടന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനാവാനുള്ള ഒരു അവസരം. എന്തായാലും ഈ മത്സരത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്റർ മിയാമിയും PSG-യും തമ്മിൽ നടക്കുന്ന ഈ മത്സരം എങ്ങനെ കാണാം എന്ന സംശയമൊക്കെ ചിലർക്ക് ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. DAZ നെറ്റ്വർക്കാണ് ഗ്ലോബലി ക്ലബ്ബ് വേൾഡ് കപ്പ് ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ സൈറ്റ് വഴിയും ആപ്പ് വഴിയൊക്കെ നമുക്ക് ഈ മത്സരം കാണാൻ വേണ്ടി സാധിക്കും. ഇതല്ലാതെ ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. അപ്പൊ ഈ മത്സരത്തെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും PSG-യെ പരാജയപ്പെടുത്തി ഇന്റർ മിയാമി അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമോ എന്നൊക്കെ അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് മെസ്സിയുടെ ആരാധകരൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതിന്റെ റിസൾട്ട് എന്താവും എന്നുള്ളത്. ആരായിരിക്കും മത്സരത്തിൽ ജയിക്കുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.
ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.